പാലക്കാട് നിങ്ങളൊരു പത്രസമ്മേളനം നടത്തി എന്നറിഞ്ഞു. സിനിമയായിട്ട് ബന്ധപ്പെട്ട് സംഭവം അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ചോദിച്ചോ, പറയാലോ. അത് എന്താണ് ശരിക്കുള്ളൊരു സംഭവം അതിനകത്ത്? ശരിക്കും സംഭവം 1 കോടി രൂപയോളം ശ്രീകുമാർ, കൊല്ലത്തുള്ള ശ്രീകുമാർ, പാലക്കാട് തന്നെയുള്ള ഷെറീഫ് എന്നിവരുടെ കയ്യിൽ നിന്ന് ഏകദേശം 1 കോടി രൂപയോളം കളക്ട് ചെയ്തിട്ട് 35 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് മുടക്കിയത്, ഈ പറയുന്ന ഹുസൈൻ അറോണി എന്ന് പറയുന്ന വ്യക്തി. എന്നിട്ട് അയാളാണ് പ്രൊഡ്യൂസർ എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ സിനിമ കൊളവാക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മളത് തിരിച്ചറിഞ്ഞ് നമ്മൾ പുള്ളിയോട് പൈസ റിട്ടേൺ ചോദിച്ചു പടം നന്നാക്കാൻ വേണ്ടി. അപ്പൊ അത് തർക്കമായി. ആ തർക്കത്തിനെതിരെ പുള്ളിക്കെതിരെ പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ MMB പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. തുടർന്ന് നമ്മൾ അയാളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അയാളുടെ സ്ഥിരം പരിപാടി ഇതാ. പുള്ളി ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഇതേപോലെ തന്നെ പണം മേടിച്ച് പുള്ളി വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് കൊല്ലാനൊക്കെ ശ്രമിച്ചു. അവരുടെ പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരെ കുറെ കയ്യിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപ 2 കൊല്ലം മുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആൾക്കാരുടെ കയ്യിൽ പുള്ളി സ്നാച്ച് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പുള്ളിയുടെ പരിപാടി ഇങ്ങനെ സിനിമയുടെ പേരിൽ പണം തട്ടിയെടുക്കലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത പൈസ തിരിച്ചു ചോദിക്കാനില്ല. നിങ്ങൾ ഇതിനകത്ത് പ്രൊഡ്യൂസറാണോ? അല്ല, ഞാനാണ് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഏറ്റെടുത്തത്. ഓക്കെ. അപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് 33 ലക്ഷത്തോളം രൂപ തന്നിട്ടുണ്ടെന്നാണ് മറ്റുള്ള ആൾക്കാരോട് ഇയാൾ പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് 4.5 ലക്ഷം രൂപയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പുള്ളി പത്രസമ്മേളനം വിളിച്ചപ്പോഴും 33 ലക്ഷം രൂപ എനിക്ക് തന്നിട്ടുണ്ടെന്നൊക്കെയാണ് കള്ളം പറഞ്ഞത്. അപ്പൊ പുള്ളി നിരവധി കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന് ഇരിക്കുന്ന സമയത്താണ് ഇതിന്റെ കള്ളത്തരം മുഴുവനും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇയാള് സംവിധായകൻ എന്നാണ് എല്ലാവരോടും പറയുന്നത്. പക്ഷെ സംവിധാനത്തിന്റെ ഒരു കളരി പോലും അറിയത്തില്ല എന്നുള്ളത് അഭിനയിച്ച ബിജിക്കുട്ടനടക്കം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചെയ്യും. അപ്പൊ ഇത് എങ്ങനെയാ ഈ പറഞ്ഞ ക്യൂബിൽ ഔട്ട്പുട്ട് ഇറങ്ങിയത്? അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളി പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്തും ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ സിനിമ ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കിയിരുന്നു. ഷൂട്ടിങ്ങിന്റെ സമയത്ത് പുള്ളി സ്പോട്ട് എഡിറ്റിങ്ങിന്റെ അവിടുത്തെ ആർട്ടിസ്റ്റ് കംപ്ലൈന്റ് ആയി. പിന്നെ എഡിറ്റിംഗ് റിപ്പോർട്ട് ഇല്ല, ഷോർട്ട് ഓർഡർ ഇല്ല, അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ആണ് നിന്നത്. അപ്പൊ എന്നോട് പോലും പുള്ളി എഡിറ്റിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. ഫസ്റ്റ് കട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കുന്നു. അല്ല, നിങ്ങൾ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ കേൾക്കുന്ന സമയത്ത് ഓൾറെഡി ഡയറക്ടർ എന്നുള്ള ഒരാള് എപ്പോഴും ഉണ്ടാവുമല്ലോ കൂടെ. അപ്പൊ ഇങ്ങനെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടി വരുന്ന സമയത്ത് ഓൾറെഡി എന്താ പറയാനായിട്ട് നിങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ ആണോ അതോ ഇത് എങ്ങനെയാ നിങ്ങളുടെ കയ്യിൽ ഈ സിനിമ വന്നത്? അതായത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 10-60 സിനിമയോടത്തോളം ഇങ്ങനെ വലിയ സിനിമകൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എഡിറ്റിംഗ് തൊട്ടിട്ട് ഫസ്റ്റ് കോപ്പി വരെ റിലീസ് അടക്കം ചെയ്തിട്ട് സെയിൽ വരെ ചെയ്യുന്നതാണ്. പിന്നെ ബേസിക്കലി ഞാനൊരു ഡയറക്ടറാണ്. ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അജുവർഗീസിനെ വെച്ചിട്ട് പടം ചെയ്തിട്ടുണ്ട്. കൊളപ്പുള്ളിയിൽ വെച്ചിട്ട് ഒരു ഫെസ്റ്റിവൽ മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ കൊറോണ സമയത്ത് ഒരു യൂട്യൂബ് മൂവി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഫീൽഡിൽ ഒരു 10-16 കൊല്ലമായിട്ടുണ്ട്. അപ്പം ഈ പുള്ളി എനിക്ക് അറിയില്ല എന്നെ ആരാണ് വിളിക്കാന്നുള്ളത്. അപ്പൊ ഒരു ടീം എന്നെ വിളിച്ചിട്ട് ഇന്നപോലെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ വിളിക്കുന്നത്. അപ്പം ഈ ഹുസൈന്റെ കൂടെ ഒരു സുധി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഹുസൈൻ ഈ പടം ഒരു ചെറിയ പടമാണ്, ചെറിയ എമൗണ്ടിനാണ് തീർപ്പ് തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്താണ് നിലവിലെ അവസ്ഥ പറഞ്ഞു. ഫസ്റ്റ് കട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് കട്ട് കഴിഞ്ഞൊരു പടം നമുക്ക് തീർക്കാനായിട്ട് കൂടിപ്പോയി ഒരു 10-15 ദിവസത്തെ കാര്യമുള്ളൂ. ഫൈനൽ കട്ട് ചെയ്തിട്ട് ബാക്കി പ്രോസസ്സ് കിട്ടും. അപ്പൊ എന്റെ സ്റ്റുഡിയോയിൽ പിന്നെ ഞാനിവിടെ ഓരോ സ്റ്റുഡിയോസും ഹയർ ചെയ്തിട്ടൊക്കെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 4-5 ലക്ഷം രൂപ ഞാൻ പറഞ്ഞു ടോട്ടൽ. പക്ഷെ 5 ലക്ഷം രൂപയ്ക്കകത്ത് എനിക്ക് 2 ലക്ഷം രൂപ അഡ്വാൻസ് തരണം, എന്നാലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പാലക്കാട് എത്തുന്നത്. പക്ഷെ പാലക്കാട് എത്തിയപ്പോഴാണ് എനിക്ക് നിജസ്ഥിതി മനസ്സിലായത്. പടം എഡിറ്റിംഗ് പോയിട്ട് ഓർഡർ പോകുമ്പോൾ ഒരു ആയിട്ടില്ല. പിന്നെ അപ്പൊ അങ്ങനെ ആയിട്ടില്ല എന്നുള്ളത് ഞാൻ അവിടെ വെച്ച് മറ്റുള്ളവരോട് പറയുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാ ഈ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നിങ്ങൾ ഏറ്റെടുത്ത? അങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്തൊരു സിനിമ അങ്ങനെ എടുക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് എടുക്കാമല്ലോ. നമ്മള് സിനിമകൾ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റെടുക്കുന്നതിന് കുഴപ്പം. നമ്മളോട് അവര് പറഞ്ഞത് മാറിപ്പോയി എന്ന് കരുതിയിട്ട് നമുക്കറിയാവുന്ന പണി നമുക്ക് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചത്, അവരെന്നെ അറിയിച്ച കാര്യം എന്ന് പറയുന്നത് അവരുടെ കൂടെ ടെക്നീഷ്യന്മാരെല്ലാം അവരെ ചതിച്ചു. തന്മൂലം അവരിത് പുതിയ ആൾക്കാരായിരുന്നു, അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ ഷോർട്ട് ഓർഡർ എന്നാണോ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഓർഡർ എന്നാണോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രോപ്പർ സ്ക്രിപ്റ്റിംഗ് എന്നാണോ ഒന്നും അറിയത്തില്ല, ഞങ്ങൾ പുതിയ ആൾക്കാരാണ് എന്നൊക്കെ ഞാൻ അവിടെ ചെന്ന് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവർ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതൊക്കെ അപ്പൊ അവര് ഫസ്റ്റ് കട്ട് എന്ന് ഉദ്ദേശിച്ച്
ഹുസൈൻ എന്ന് പറയുന്ന പുള്ളി ഫസ്റ്റ് അറ്റം ഉദ്ദേശിച്ചത് ആദ്യമായിട്ട് സ്പോട്ട് എഡിറ്റർ ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോട്ട് സ്പോട്ടില്. അതാണ് പുള്ളി ഫസ്റ്റ് കട്ട് എന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ ഫസ്റ്റ് കട്ട് എന്ന് ടെക്നിക്കൽ ടൈംസ് അനുസരിച്ച് നമ്മൾ ഫസ്റ്റ് കട്ട് എന്ന് പറയുന്നത് പടം ഓർഡർ ചെയ്ത് ഫസ്റ്റ് കട്ടായിട്ട് നമുക്കൊന്ന് ഫസ്റ്റ് പടം ഒന്ന് കാണാൻ പറ്റുന്ന ഭാഗത്തിന് എത്തി ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും തീർന്നു നിൽക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫസ്റ്റ് കട്ട് എന്ന് പറയുന്നത്. പിന്നെ അതെടുത്തിട്ടാണ് നമ്മൾ ഫൈനൽ കട്ട് ചെയ്യുക. അതറിയാം. ഞാൻ വേറെ ഈ പൈസ കൊടുത്ത പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ എന്തെങ്കിലും എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടോ? ഈ ഹുസൈൻ എന്ന് പറഞ്ഞ ആളുണ്ട്, ഇയാളുമായിട്ട് 3 മാസത്തെ 6 മാസത്തെ എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ തന്നെ പുള്ളി ഒരു തിരിമറി നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എഗ്രിമെന്റുമായിട്ട് വക്കീലിനെ കാണിക്കുമ്പോൾ വക്കീലാണ് നമ്മളോട് പറയുന്നത്. 2023 മേടിച്ചതിന്റെ അകത്ത് എന്തോ 2022 എന്തോ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പം ആ പുള്ളി ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ടാണ് പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളത് മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ പോലീസിൽ സബ്മിറ്റ് ചെയ്യുമായിരുന്നു. അല്ല, ഞാൻ വേറൊരു കാര്യം കൂടെ, നമ്മളിപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ 4 സൈഡ് നമ്മൾ എപ്പോഴും അന്വേഷിക്കും. അപ്പൊ ഇതുമായിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കുക. അത് തന്നെ. അപ്പൊ ഞാൻ കാര്യം പറയാം, ഇപ്പം ഈ പറഞ്ഞ പോലെ എങ്ങനെയാ ഈ പൈസ കൊടുക്കാതെ സ്റ്റുഡിയോയിൽ നിന്ന് ഈ സാധനം പുറത്തു വന്നു? അവര് സ്റ്റുഡിയോക്കാര് പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേരിൽ ഒരു പരാതി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അത് അങ്ങനെയല്ല ഇതിന്റെ പരിപാടി. അത് എന്നാന്ന് വെച്ചാല് ഈ എഡിറ്റിംഗ് കൊണ്ടിട്ട് ഈ പുള്ളി സിനിമ ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കി. അതായത് 10, 20, 15 ദിവസം കൊണ്ടിട്ട് 10 ദിവസം കൊണ്ടിട്ട് ഞാനിത് ഫസ്റ്റ് കട്ട് കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളി കഥ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അതായത് ഇതിനകത്ത് കുട്ടിക്കുട്ടനെ കൊല്ലണം, പിന്നെ ഗോപിക എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ കൊല്ലണം, അങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകളെ കൊല്ലണമെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 10 തവണയെങ്കിലും എന്നെ കൊണ്ടിട്ട് പുള്ളി എഡിറ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ അതൊക്കെ നമ്മളൊരു സൗഹൃദത്തിന്റെ പുറത്താണ് ചെയ്തത്. പിന്നെ അതിൻ്റെ അകത്ത് പുള്ളി ഷൂട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്റെ ക്യാമറ വെച്ചിട്ട് പിന്നെയും പുള്ളി വീണ്ടും കൂടുതൽ സീനുകൾ ഷൂട്ട് ചെയ്തു എക്സ്ട്രാ. അപ്പൊ അതിന് ഞാൻ പേയ്മെന്റ് മേടിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്വന്തം എന്ന് പറയുന്ന രീതിയിലാണ് അത് ചെയ്തു കൊടുത്തത്. അവരുടെ ഒരു പുതിയൊരു പരിപാടിയല്ലേ, നമ്മളെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാലോന്നുണ്ട്. അതിനുശേഷം പുള്ളി വീണ്ടും ഒരു പാട്ട് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പാട്ട് ഷൂട്ട് ചെയ്തു. അങ്ങനെ പുള്ളി ഇങ്ങനെ അത് റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഡബിങ്ങിന് കയറ്റി കഴിഞ്ഞിട്ടും പുള്ളി ഒരു 4 തവണ പടം റീ എഡിറ്റ് ചെയ്തു. അതായത് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ നീട്ടിക്കൊണ്ട് പോയ സമയത്ത് നമുക്കത് എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് അടിക്കാൻ തുടങ്ങി. എന്തിനാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്? ഓരോ തവണയും പുള്ളി നീട്ടിക്കൊണ്ട് പോകാൻ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓൾറെഡി അവരുമായിട്ട് ചർച്ച ചെയ്തു ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് എന്തിനാണ്. അപ്പൊ ലാസ്റ്റ് അവർ പറഞ്ഞു തന്ന ഒരു കാര്യം ചെയ്യും, ഈ ഇനി ഒരു എഡിറ്റ് ചെയ്യുക, ഒന്നും കൂടി നമുക്ക് അനുവദിക്കാം, അതുകൊണ്ട് നിർത്തിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ അതുകൊണ്ടും പുള്ളി നിന്നില്ല. ഡബ് കഴിഞ്ഞ് വീണ്ടും പുള്ളി എഡിറ്റ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് ഓൾറെഡി ഡബ് ഫിനിഷ് ചെയ്തത് പിന്നെയും പോയി പുള്ളി റീഡബ് ചെയ്തു. അങ്ങനെ പുള്ളി ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ഓരോരോ കൊളാക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുള്ളി 2-3 ആനിമേഷൻ മാത്രം മതി എന്ന് പറഞ്ഞ പടം പുള്ളി അടുത്ത സ്റ്റുഡിയോയിൽ പോയിട്ട് കുറെ ആനിമേഷൻ ചെയ്തു. അവിടെ ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കി. അതായത് ഞാനുമായിട്ട് സംസാരിച്ച 4.5 ലക്ഷം രൂപ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾമോസ്റ്റ് ഒരു 10 ലക്ഷം രൂപയുടെ അടുത്തോളം പുള്ളി ബഡ്ജറ്റ് കയറ്റി. അപ്പൊ ഈ 2 സ്റ്റുഡിയോയിലും എന്റെ സുഹൃത്തുക്കളുടെയാണ്. ഞാനുമായിട്ട് ഒരു 5-10 വർഷത്തെ പരിചയമുള്ള എന്റെ സുഹൃത്തുക്കളുടെയാണ്. ആ സുഹൃത്തുക്കളുടെ അടുക്കല് ഈ പുള്ളി ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് അവരുടെ അടുക്കൽ പല മാനിപ്പുലേഷൻ കൊണ്ടുവന്ന് എനിക്ക് ഒരുപാട് പൈസ വന്നിട്ടുണ്ടെന്ന് വരുത്തി തീർത്ത് അവരെ പുള്ളി മാനിപ്പുലേറ്റ് ചെയ്ത് അവര് ഞാനുമായിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു പരുവത്തിലേക്ക് എത്തിച്ചു. അല്ല അങ്ങനെ അല്ല ഇതിനകത്തുള്ള അതായത് ഈ അതെന്നാന്ന് വെച്ചാൽ ഈ ഹുസൈന്റെ കഥ ഒരു ഹെഡ്ലൈനോട് കൂടി കേട്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല. ഖണ്ണി കേട്ട് പാരഗ്രാഫായിട്ട് കേട്ടാൽ മാത്രമാണ് അത് വ്യക്തമാവുള്ളൂ. അതിന് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ല, ഞാനിപ്പോ നമുക്കിപ്പോ ഒരു വാർത്ത ചെയ്യുമ്പോൾ നമുക്ക് 4 സൈഡിലും നമ്മൾ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമ്മളൊരു വാർത്ത ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അപ്പം ഇതിനകത്ത് ഞങ്ങള് ഇതിനകത്ത് അന്വേഷിച്ചപ്പോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പേരിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ട്. ആ സ്റ്റുഡിയോ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയില്ല. നിലവിൽ ആ പരാതി പിൻവലിച്ച് പുള്ളി റിട്ടേൺ പോവുക ചെയ്യുന്നു. പരാതി പിൻവലിച്ചോ? പിന്നെ എനിക്കെതിരെ പരാതി പുള്ളി കൊണ്ട് കൊടുത്തു. ഞങ്ങൾ സ്റ്റേഷനിൽ പോയി സംസാരിച്ചു കഴിഞ്ഞിട്ട് ഈ സാധനം എന്റെ ഭാഗത്തല്ല, ഇതിന്റെ അകത്ത് ഈ പറയുന്ന ഡയറക്ടറും ക്യാമറമാനും എല്ലാവരും കൂടെ ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആണെന്ന് പുള്ളിക്ക് ബോധ്യപ്പെട്ടിട്ട് പുള്ളി അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ വിളിച്ചിട്ടില്ല. ഓൾറെഡി നിങ്ങളുടെ പേരിൽ പലരും പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ട് നിലവിൽ. അതുകൊണ്ടാണ് നമ്മൾ പലരും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതിന്റെ പുറത്താണ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞത്. ആ പരാതിയുടെ പുറത്ത് എന്നെ ആരും വിളിച്ചിട്ടില്ല. ഞാനുമായിട്ട് പോലീസ് സംസാരിച്ചിട്ടില്ല. അല്ല, അപ്പൊ ഈ പറഞ്ഞാല് ഇതിനകത്ത് ഇപ്പൊ നിങ്ങളാണല്ലോ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ എന്ന് പറഞ്ഞ് ഇതിനകത്ത് നിന്നത്. ഓൾറെഡി പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ അല്ല, പോസ്റ്റ് പ്രൊഡക്ഷൻ സപ്പോർട്ടറെന്നോ അല്ല, ഞാൻ എഡിറ്ററായിട്ടാണ് പടം. നിങ്ങൾ എഡിറ്ററായിട്ടാണ് പടം ചെയ്യുന്നത് പോയത്.
അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ എനിക്ക് അറിയാനായിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ ക്യൂബിലേക്ക് ഈ പടം പൂർത്തിയാവാതെ എങ്ങനെ എന്താ പറയാ ലോഡായി? ഇല്ല, പടം പൂർത്തിയായിട്ടില്ല എന്ന് പറയുന്നത് ആ പുള്ളിയുടെ ഒരു കള്ളത്തരമാണ്. അതായത് നിലവില് ഈ സ്റ്റുഡിയോകളിൽ നിന്ന് നമുക്ക് വർക്ക് തരാത്ത, അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റുഡിയോയിൽ നിന്ന് നമുക്ക് വർക്ക് തരാത്ത ഹാർഡ് ഡിസ്കുകൾ പിടിച്ചു വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പൊ ഈ ഹാർഡ് ഡിസ്ക് പിടിച്ചു വെക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇയാള് മറ്റുള്ളവരൊക്കെ പറഞ്ഞുണ്ടാക്കിയത് എന്റെ പ്രോബ്ലം കൊണ്ടിട്ടാണ് പടം തീരാത്തത്, പടം ഫിനിഷ് ആക്കാത്തത്, ഞാൻ കാരണമാണെന്നൊക്കെ പുള്ളി ഒരു കള്ളത്തരം പറഞ്ഞ് അവരെ ബോധിപ്പിക്കുകയും അവർക്ക് പടം മൊത്തത്തിൽ കാണാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്തു. അല്ല, ഇതില് ഡിസ്ട്രിബ്യൂട്ടർ ആരാണ്? ഈ പടത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആരാണ്? ഞാൻ തന്നെ. നിങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു പടം ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ വരെ എത്തിയിട്ടില്ല ചേട്ടാ. അതായത് പടം ഫിനിഷ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സിനെയും ടെക്നീഷ്യന്മാരെയും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തവരെ കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് പാലക്കാട് റിലീസ് ചെയ്തത്. ഞാൻ പറഞ്ഞു നിങ്ങൾ പടം റിലീസിങ്ങിന് പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി പോയിട്ടില്ല എന്നല്ല, അതായത് ഈ പറയുന്ന കോപ്പി റിലീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് ഈ പറയുന്ന ഡയറക്ടർ തന്നെയാണ്. അല്ല, അപ്പം ഡയറക്ടർ ഇതിനകത്ത് റിലീസിങ് സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളൊരു സിനിമ ഇത് ചെയ്യുന്ന സമയത്ത് ആദ്യം ഓൾറെഡി ഡയറക്ടർ കണ്ട് ഡയറക്ടർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഇത് പ്രിവ്യൂ ഷോ ആയിട്ട് വെക്കുന്നത്. പുള്ളി കണ്ട് ബോധ്യപ്പെട്ട് പുള്ളിക്ക് 2-3 പ്രിവ്യൂകളും കൊടുത്ത് കണ്ട് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് അത് റിലീസിന് വിട്ടത്. അപ്പം ഇത് ഓൾറെഡി പുള്ളി സാക്ഷിയാണല്ലോ. അവിടെ പുള്ളി അല്ല, ഇത് രണ്ട് തിയേറ്ററിലേക്ക് എന്തോ റിലീസ് ചെയ്തു എന്നാണല്ലോ അറിഞ്ഞത്. അപ്പൊ ഒരു പ്രിവ്യൂ ഷോ എങ്ങനെയാ 2 തിയേറ്ററിലേക്ക് പോകുന്നത്? അതായത് പ്രിവ്യൂ ഷോയുടെ സമയത്താണ് ഈ അതിന്റെ ശ്രീകുമാർ എന്ന് പറയുന്ന പടം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആകപ്പാടെ ഷെരീഫ് എന്ന് പറയുന്ന പുള്ളി മാത്രമാണ് പടം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് ഈ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് വൈഡ് റിലീസ് ചെയ്യണം, 15 ലക്ഷം രൂപ അതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് തരാമെന്ന്. പക്ഷെ 15 ലക്ഷം രൂപ ഒന്നും ഉണ്ടായില്ല. 5 ലക്ഷം രൂപയാണ് പുള്ളിയുടെ അറേഞ്ച് ആയിട്ട് വന്നുള്ളൂ. അതിന് പുള്ളി 8 ലക്ഷം രൂപയോളം ഈ പറയുന്ന ഷെരീഫിന്റെ കയ്യിൽ നിന്ന് ലോൺ ഇട്ട് മേടിച്ചു. എന്നിട്ട് പുള്ളി എന്ത് ചെയ്തു, 5 ലക്ഷം രൂപ എനിക്ക് തന്നിട്ട് 3 ലക്ഷം രൂപ പുള്ളി അതിൻ്റെ അകത്ത് അടിച്ചു മാറ്റിയിട്ട് 8 ലക്ഷം രൂപ എനിക്ക് തന്നു എന്ന് അവിടെ കള്ളം പറഞ്ഞു. ആ കള്ളം പറഞ്ഞപ്പോ തൊട്ട് നമ്മള് കളം മാറ്റി ചവിട്ടി. അപ്പൊ ആ പുള്ളി പറഞ്ഞു പാലക്കാട് ഹൗസ്ഫുൾ ആക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പാലക്കാട് ഹൗസ്ഫുൾ ആക്കിയാൽ മാത്രം നമുക്ക് വൈഡ് റിലീസിന് പോവാം. പക്ഷെ നമ്മൾ എല്ലായിടത്തും തിയേറ്റർ എടുത്തിട്ടുണ്ട്, റെന്റ് പേ ചെയ്യണം. അപ്പൊ ആ തിയേറ്റർ എടുത്തിട്ടതിന്റെ ലിസ്റ്റ് നിങ്ങൾ ഓൾറെഡി എല്ലാം പുള്ളിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒന്നും പുള്ളി റെന്റ് അടച്ചേ ഇല്ല. അല്ല, അപ്പോഴും കാരണം ഞാനിപ്പോ അന്വേഷിച്ച് നമ്മളൊരു പത്രപ്രവർത്തനമാകുമ്പോ ഇതിന്റെ എല്ലാം അന്വേഷിച്ച സമയത്ത് ഈ എന്താ പറയുക, ഈ സ്റ്റുഡിയോയിൽ നിന്നും ഹാർഡ് ഡിസ്ക് നിങ്ങൾ എടുത്തുകൊണ്ട് പോയി ക്യൂബിലേക്ക് ലോഡ് ചെയ്യുകയും ആ വാട്ടർമാർക്ക് മാറ്റിയതിനു ശേഷമാണ് ലോഡ് ചെയ്തു എന്നുള്ളത് നമുക്ക് സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടിയ ഒരു വിവരം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു സെക്കൻഡ് വാട്ടർമാർക്ക് എന്ന് പറയുന്നത് ഒരു വീഡിയോയിലുള്ള സാധനമാണ്. ഒരു സിനിമ മുഴുവനും വാട്ടർമാർക്ക് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അത് ആദ്യം ടെക്നിക്കലെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കണം. ഒരു വീഡിയോയില് എനിക്ക് ടെക്നിക്കലെ കുറിച്ച് അറിയാമോ? ഞാൻ 10-35 വർഷമായിട്ട് ഈ ഫീൽഡിൽ നന്നായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ സ്റ്റുഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാ. ഇത് ഞാൻ പറയുന്നതല്ല, സ്റ്റുഡിയോയിൽ പറഞ്ഞ കാര്യം പറഞ്ഞതാ. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ചേട്ടൻ ടെക്നീഷ്യൻ ആണ് എന്നുണ്ടെങ്കിൽ ചേട്ടൻ 2 മണിക്കൂർക്ക് സിനിമയുടെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്തിട്ട് എനിക്ക് തരാമോ? ഇല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാനിപ്പം കാരണം നമുക്ക് ടെക്നിക്കലി അറിയാമെന്നുള്ള ബേസിലാണ്. ഞാനൊരു ടെക്നിക്കൽ ആളല്ല, ഞാനൊരു പത്രപ്രവർത്തകനാണ്, മനസ്സിലാക്കുക. ചേട്ടാ അതാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാ സ്റ്റുഡിയോക്കാരങ്ങനെ പറയുന്നത്? അപ്പൊ എന്തുകൊണ്ടാണ് സ്റ്റുഡിയോക്കാരങ്ങനെ പറയുന്നത്? അത് സ്റ്റുഡിയോക്കാർക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഈ പറയുന്ന അവിടെ ഉണ്ടായിരുന്നു ഇല്ല. അതായത് ഈ ഉണ്ണിച്ചേട്ടന്റെ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ ഈ പടത്തിന്റെ ഫൈനൽ ഔട്ട് ചെയ്യുന്ന സമയത്ത് അവർ 5 ദിവസത്തെ ഫുട്ടേജ് ഇറർ ഉണ്ടായിരുന്നു. ആ ഇറർ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നമ്മൾ ഒറിജിനൽ, അതായത് ക്യാമറ ടീമിന്റെ കയ്യിൽ നിന്ന് വന്ന ഇറർ നമുക്ക് തിരുത്താൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 1 മാസത്തിന്റെ അടുത്തോളം സമയം എടുത്തു. അതിന്റെ ഒറിജിനൽ ഫയൽ അതിൽ റീലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും നാള് ആ പുള്ളിയുടെ സ്റ്റുഡിയോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മള് ഈ മ്യൂസിക്കിനും ഇതിനും വേണ്ടിയിട്ട് RRനും മ്യൂസിക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ഒറിജിനൽ ഫയൽ നമുക്ക് അവിടെ പ്ലേ ബാക്ക് കിട്ടത്തില്ല. ഒറിജിനൽ ആയിട്ടുള്ള ഫയല് നമുക്ക് അവിടെ ഒറിജിനലി പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ഫയൽ പ്ലേ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മളൊരു കൺവേർട്ടഡ് ഫയൽ അതിൽ നിന്ന് ഇറക്കുക ചെയ്യുന്നത്. ആ പുള്ളിയുടെ സാന്നിധ്യത്തിൽ തന്നെ, സ്റ്റുഡിയോക്കാരന്റെ സാന്നിധ്യത്തിൽ തന്നെ
നമ്മളൊരു കൺവേർട്ടഡ് ഫയൽ ഇറക്കി. ഈ കൺവേർട്ടഡ് ഫയലാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് റിലീസിലേക്ക് സെൻസറിനും റിലീസിനും കൊണ്ടുപോയി അവരെ കാണിച്ചു കൊടുത്തത്. അപ്പൊ ഇത് ഓൾറെഡി ഇവരെ പടം മൊത്തത്തിൽ കാണിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി എന്റെ തലയിൽ ഇരുന്നു. അല്ല, അത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പം പ്രൊഡ്യൂസേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമ ഓൾറെഡി നിങ്ങൾ നിലവിൽ ഇവിടുത്തെ വിഷയം എന്നാന്ന് ചേട്ടൻ അറിയാമോ? ഇല്ല, ഞാൻ അതിലെ നമ്മളോട് ചോദിക്കുന്നത്. ഷൂട്ടിംഗ് സമയത്ത് ഓൾമോസ്റ്റ് 85 ലക്ഷം രൂപയോളം ഈ പുള്ളിയുടെ കജാവുദ്ദീൻ എന്ന് പറയുന്ന പുള്ളിക്ക് ഇവർ കൊടുത്തു. ഇവർ രണ്ടുപേരും കൂടി അത് തന്നെ. അപ്പൊ ഈ രണ്ടുപേരും എങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്തതെന്ന് എങ്ങനെ അതിന്റെ ഡീറ്റെയിൽസ് ഉള്ള അറിയാം? അവര് ബൈ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അക്കൗണ്ട് ത്രൂ കൊടുത്തിട്ടുണ്ട്. പുള്ളി പടത്തിൽ, അതായത് ഈ 85 ലക്ഷം രൂപ ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പടം മുഴുവനായിട്ട് പ്രൊഡ്യൂസേഴ്സിന് കാണാൻ സാധിക്കണം. അതിനൊരു അവസരം ഉണ്ടാക്കാതെ ഈ പുള്ളി ഓരോ ബ്രേക്ക് ഉണ്ടാക്കിയിരിക്കുകയായിരുന്നു. അല്ല, അപ്പൊ അത് അതിനകത്ത് അപ്പൊ അങ്ങനെ ഒരു സംഭവം വരാൻ നേരത്ത് ഈ പടം എന്തിനാണ് എന്താ പറയാ പ്രൊഡ്യൂസേഴ്സിന് കാണിച്ചു എന്നുള്ളൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് നിങ്ങളോടല്ലേ ചോദിക്കേണ്ടത്? ഈ പടം പൂർത്തിയാവാതെ ഒരു പടം പൂർത്തിയായിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. പടം പൂർത്തിയായിട്ടുണ്ട്, പക്ഷേ ഇതിന്റെ ഒറിജിനൽ ഔട്ടില്ലേ, അതായത് ഒറിജിനൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്തെടുക്കുന്ന ഔട്ട് മാത്രമാണ് എടുക്കാറുള്ളൂ. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ. അപ്പൊ ഇത് മിക്സ് ചെയ്ത് ഫൈനൽ പ്രിന്റാണോ കാണിച്ചത് ക്യൂബിലേക്ക്? മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് ഓൾറെഡി 5.1 തന്നെയാണ് ക്യൂബിൽ ലോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് 2 ട്രാക്ക് വെച്ചിട്ടാണ് 5.1 ചെയ്തിരിക്കുന്നത്. അതെ, 2 ട്രാക്കില്ല. ഞാൻ ക്യൂബിൽ വിളിച്ച് അവരുമായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം അവർക്കൊന്നും അറിയാൻ പറ്റും. അല്ല, അവർക്കറിയാം. അറിയാൻ പറ്റൂല ചേട്ടാ, അവർക്കറിയാൻ പറ്റൂല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ട്രാക്ക് ഡബ് മാത്രമേ ഉള്ളൂ. അതേ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൗണ്ട് എഫക്റ്റും ഒക്കെ 5.1 തന്നെയാണ്. പ്രോപ്പർലി ആ പടത്തിന്റെ ഔട്ടൊക്കെ 5.1 തന്നെയാണ്. ഈ ഡബിങ്ങിന്റെ അവിടെ പുള്ളി ഉണ്ടാക്കിയ ഇഷ്യൂസ് കാരണം അവിടെ നിന്നും മനപ്പൂർവ്വം ഔട്ട് എടുക്കാനാണ്. അപ്പൊ നമുക്ക് എന്തായാലും അപ്പൊ എനിക്കിപ്പോ ഏകദേശം കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു വാർത്ത ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളെയും കൂടെ നമുക്കൊന്ന് നേരിട്ട് കാണാം.